ഒരിക്കൽ കൂടി ഈ നാടിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കണമെന്ന് പ്രമുഖ സമുദായകരോട് വലിയ അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളി ഒക്കെ പ്രസംഗിക്കണം. 89 ജയിച്ചു പോയിട്ട് BJPയുടെ കൂടെ കൂടിയ LDF ഇതാ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാനും നിങ്ങളുടെ അനുഗ്രഹാശംസകൾ ഏറ്റുവാങ്ങുവാനും കൈയടയാളത്തെ വോട്ടുകൾ രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇതാ പാലക്കാടിന്റെ പ്രിയപ്പെട്ട VK ശ്രീകണ്ഠൻ കടന്നു വരികയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണ്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് പൂച്ചയ്ക്കെന്താ കഴിഞ്ഞു. നിലപാടുകളുടെ രാജകുമാരൻ, നമ്മുടെ പ്രിയങ്കരനായ ജനാധിപത്യ മതേതരവാദി. നിലപാടെന്ന് വെച്ചാൽ പാലക്കാട് ലോക്സഭാ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നല്ല ചുള്ളനായിട്ടുണ്ടല്ലേ? തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിലും പ്രചരണം നടത്തിയിട്ടും ഗ്ലാമറിന് ഒരു കുറവുമില്ല. എന്താണ് രാവിലെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ചൂടൊക്കെ ഏൽക്കുന്നത്? പാലക്കാട് ചൂടൊക്കെ എടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓങ്ങല്ലൂര് പ്രത്യേകിച്ച് ഒരു മതേതര നിലപാടുള്ള സ്ഥലത്ത് തന്നെ ശ്രീ രമേശ് പിഷാരടിയെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. 20 മണ്ഡലത്തിലും പ്രചരണം നടത്തി ഈ കഠിനമായ ചൂടിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന UDFന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന രമേശ് പിഷാരടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സഹർഷം ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാന ഒരു ജില്ലയുടെ അത്ര വലിപ്പം അവസാനിക്കുന്നത് ഓമല്ലൂർ പഞ്ചായത്തിലാണ്. ഞാൻ സ്ഥിരമായിട്ട് പ്രസംഗിക്കുന്നത് ഒരു കാര്യം പറയാനുള്ളത്, തെരഞ്ഞെടുത്താൽ ഞാൻ തീർത്തും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന കാര്യങ്ങളിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് 5 വർഷത്തെ പ്രവർത്തനത്തിൽ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് രണ്ടാമതും ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങളെല്ലാവരെയും സമീപിക്കുന്നത്. നിഷ്പക്ഷമായും നീതിപൂർവമായും രാഷ്ട്രീയത്തിന് അതീതമായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകേണ്ടത്. ആ അംഗീകാരത്തിനായി നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്ത് പാലക്കാട് മണ്ഡലം 10 മടങ്ങ് ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ വിജയം ആവർത്തിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പം സംസാരിച്ചതിൽ നിന്ന് ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജനപ്രതിനിധി എന്നാണ്. പലപ്പോഴും ഈ പല നേതാക്കളുമൊക്കെ നമ്മൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ ജനപ്രതിനിധിയും അത് കഴിയുന്ന നിമിഷം മുതൽ അവർ പാർട്ടി പ്രതിനിധിയുമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്കാർക്ക് വേണ്ടി, പാർട്ടിയിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ മാറുന്നത് നമ്മൾ പലതവണ ഒരു സ്ഥിരം കാഴ്ചയായി കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ശ്രീകണ്ഠേട്ടനൊക്കെ പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളിലൊരാളാണ് ശ്രീകണ്ഠേട്ടൻ എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ചില വാക്കുകളുണ്ട്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും. നമ്മളൊന്നിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടു പോയി, ഒപ്പം നിർത്തിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇവരെല്ലാം ചെയ്യുന്ന എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യൻ്റെ പരമാവധി 12-13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരം അവൻ്റെ മനുഷ്യായുസ്സിൽ കിട്ടുന്നത്. ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇതുപോലെ ഒരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി, അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നൊരു നേതാവ്, സധൈര്യം നമുക്ക് അടുത്തേക്ക് പോകാവുന്നൊരു നേതാവ്, ഇനി നിങ്ങൾ അടുത്തേക്ക് പോയില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ്, ഇതൊക്കെയാണ് ശ്രീകണ്ഠേട്ടൻ. അദ്ദേഹം ഈ പാലക്കാട് ഇപ്പോൾ പറയും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമ്മുടെ ഓരോ വോട്ടും
പ്രിയങ്കരനായിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി അവർ നമ്മുടെ പ്രിയപ്പെട്ട രമേശ്ജിയുടെ പ്രസംഗം കേട്ടു. വടകരയിൽ വെച്ച് അദ്ദേഹം 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട AUPS മണ്ണേങ്കോട്